ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ കോട്ടയത്ത് നടക്കുന്ന ഒരു പുഷ്പോത്സവം കാണാൻ പോവുകയാണ്. ഈ പുഷ്പോത്സവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, യൂറോപ്യൻ സ്റ്റൈലിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഫ്ലവർ ഷോ നടക്കുന്നത്. അത് കോട്ടയം മർച്ചൻ്റ് അസോസിയേഷനാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പം നമുക്കതിന് ഉള്ളിലേക്ക് കയറാം. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഒരു രാത്രിയായി. രാവിലെ 11 മണി മുതൽ 9:30 വരെയാണ് സമയം. ഞങ്ങൾ ചെന്നപ്പോൾ ഒരു 8:30 ആയി, 8 മണിയൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ആളൊക്കെ ഇച്ചിരി തിരക്ക് കുറവുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇച്ചിരി താമസിച്ച് നമ്മൾ പോയതും. പിന്നെ നമുക്ക് സമയം അന്നേരം ഒത്ത് കിട്ടിയുള്ളൂ താനും. 70 രൂപയാണ് ഒരാൾക്ക് അകത്ത് കയറുന്നതിന്. കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ ഇതിനകത്ത് പലവിധം നല്ല ഭംഗിയുള്ള പലവിധം പൂക്കൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ശരിക്കും ഇവർ ഇതിനകത്തൊരു അറേഞ്ച് ചെയ്തിരിക്കുന്ന, നമ്മൾ യൂറോപ്പിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ യൂറോപ്പിലെ സ്ട്രീറ്റുകൾ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു സ്ട്രീറ്റിൻ്റെ പ്രത്യേകതകൾ, ഒരു ടെലിഫോൺ ബൂത്ത്, അവിടുത്തെ ബാറുകൾ, പിന്നെ ഹോട്ടലുകൾ, ഊഞ്ഞാൽ, പിന്നെ റോട്ടിൽ കാണുന്ന ഓരോ രീതികൾ, അങ്ങനെയുള്ള ഓരോ സാധനങ്ങൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ യൂറോപ്പിൽ ചെന്ന ഒരു ഫീല്, ഒരു സ്ട്രീറ്റിൽ ചെന്ന ഒരു ഫീല് നമുക്ക് വരും. ലാവണ്ടർ സ്റ്റോറുകൾ, ടെലിഫോൺ ബൂത്തുകൾ, സൂപ്പർ മാർക്കറ്റുകൾ. അപ്പോൾ നമ്മളൊരു സ്ട്രീറ്റിൽ ചെന്ന് കഴിയുമ്പോൾ ആ സ്ട്രീറ്റിൽ എന്തൊക്കെയാണോ നമ്മൾ കാണുന്നത് അതൊക്കെ ഇവർ ആർട്ടിഫിഷ്യലായിട്ട് ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഇതൊക്കെ ഇത് കണ്ടോ, ഒരു സൂപ്പർ മാർക്കറ്റ്, ബാറ് എന്ന് വേണ്ട കുറേ പൂക്കളും വെറൈറ്റി പൂക്കളുണ്ട്. അതുകൂടാതെ ഓരോ വീടുകൾ, അവിടുത്തെ ഒരു രീതി കണ്ടോ, സ്ട്രീറ്റ് ലൈറ്റുകൾ, പിന്നെ പൂക്കൾ. പിന്നെ ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ തന്നെ വെറൈറ്റി ആണല്ലോ, നമ്മുടെ രീതിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകളൊന്നുമല്ല. അങ്ങനെ ഒരു ഇതുണ്ട്, ഒരു സ്ട്രീറ്റായിട്ട് തന്നെ രണ്ട് സൈഡിലും അങ്ങനെ ഒരുക്കിയിരിക്കുകയാണ്. പിന്നെ സൈക്കിള്, ചെടികൾ, ആന്തൂറിയം എന്ന് വേണ്ട ഓർക്കിഡുകൾ, പിന്നെ ഇരിക്കാനുള്ള ബെഞ്ചുകൾ, അങ്ങനെ എല്ലാം. ഇത് ഓരോ സ്ഥലത്തുനിന്നും ചട്ടിക്കകത്തൊക്കെ ആക്കി കൊണ്ടുവന്ന് വളരെ ഭംഗിയായിട്ട് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല സൈസ് ചെടികളാണ് ഈ കാണുന്നത്. എൻ്റെ എല്ലാം പേരൊന്നും എനിക്കറിയത്തില്ല. ഇതുണ്ടോ ചട്ടികൾ, ഇങ്ങനെ പൂത്ത ഒറിജിനൽ നാച്ചുറൽ പുഷ്പങ്ങളാണ് ഈ നിൽക്കുന്നതെല്ലാം. ചട്ടിക്കകത്താക്കിയിട്ട് അതൊരു ഒരു പ്രത്യേക രീതിയിൽ സെറ്റ് ചെയ്ത് അങ്ങനെ ചെരിച്ച് വെച്ച് നല്ല മനോഹരമായിട്ട് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. ഒരു ഹാർട്ടിൻ്റെ രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിരുന്ന് ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേലും ചെടികളും കാര്യങ്ങളൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. നിലത്ത് കംപ്ലീറ്റ് പച്ചപ്പ് വിരിച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. ആളൊക്കെ ഇച്ചിരി ഈ സമയം ആയതുകൊണ്ട് ആൾ കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സ്വസ്ഥമായിട്ട് നിന്ന് ഷൂട്ട് ചെയ്യാനും വീഡിയോ എടുക്കാനും ഒക്കെ പറ്റി. അപ്പം അതൊരു സൗകര്യമായിട്ട് എനിക്ക് തോന്നി. പകൽ നല്ലപോലെ ആളുണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒത്തിരി ഈ നടന്നു പോയ പാടുകളും, പിന്നെ ഈ ചെടികൾ വെച്ചിരിക്കുന്നിടത്തൊക്കെ ഒത്തിരി വെള്ളമൊക്കെ നനച്ച് വെച്ചിരിക്കുന്നിടത്തൊക്കെ കുറച്ച് നടന്ന പാടുകൾ കണ്ടവാനും നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല ആൾക്കാർ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. രസമുണ്ട്, കാണാൻ ഭംഗിയുണ്ട്. നമ്മൾ ഇന്ന് വരെ കണ്ടിരിക്കുന്ന പുഷ്പമേളയെക്കാളും വേറൊരു രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു വൈകുന്നേരം നമുക്ക് പോയി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഒരു നല്ല രസമായിട്ട് എനിക്ക് തോന്നി. കാരണം നാച്ചുറൽ പൂ വെച്ച് ഇത്രയും രീതിയിൽ ഇവർ അലങ്കരിക്കുകയാണ്. പല ചട്ടികളായിട്ട് ചുമ്മാ സാധാരണ വെക്കുന്ന രീതിയിലല്ലാതെ ഇത് പ്രത്യേക രീതിയിലാണ് ഇവരിത് അലങ്കരിച്ചിരിക്കുന്നത്. അടുത്ത മുറിയിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോഴത്തേക്കും ഒരു വലിയ ഹോളാണ്. ആ ഹാളിൽ ഫുള്ള് നാച്ചുറലായിട്ടുള്ള പൂക്കൾ ഇങ്ങനെ മനോഹരമായ രീതിയിൽ വ്യത്യസ്തമായ ഡിസൈനുകളിൽ അവരടുക്കിയിരിക്കുകയാണ്. നല്ല ശൈലുണ്ട് കാണാൻ. പിന്നെ പുല്ല് വെച്ച് തന്നെ, നാച്ചുറൽ പുല്ല് വെച്ച് തന്നെ വരമ്പുകളുണ്ടാക്കി. ആ വരമ്പ് കണ്ടില്ലേ, ഓരോന്നും ആ പുല്ലിൻ്റെ ഒറിജിനൽ പുല്ലിൻ്റെ വരമ്പാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടോ, ആ വരമ്പിൻ്റെ സൈഡിൽ കൂടെ പിന്നെ പച്ചനായിട്ട് ഇട്ടിരിക്കുകയാണ് നമുക്ക് നടക്കാനുള്ളിടത്ത്. അതും ആൾക്കാർ നടന്ന് ഇച്ചിരി ചെളിയൊക്കെ ആയിട്ടുണ്ട്. ഇതല്ല ഓരോ സൈസ് ചെടികൾ, പൂക്കൾ. ഇതിൻ്റെ ഒന്നും എല്ലാം പേരൊന്നും എനിക്കറിയത്തില്ല. ഇതൊക്കെ നല്ല ഇനം അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ പല സൈസ് പൂക്കളുണ്ട്, പിന്നെ ചെടികൾ, പിന്നെ ബാൾസം. നമുക്ക് ഈ ബാൾസം പിന്നെ തിരിച്ചറിയാം, നമുക്ക് വീട്ടിൽ പണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് ബാൾസമൊക്കെ അറിയാം. ബാൾസം ഇതുണ്ട്, വെറൈറ്റി നല്ല കോട്ടൺ കളർ റെഡ് ബാൾസങ്ങൾ, പിന്നെ വേറെ വെളുത്ത കുറേ ചെടികൾ, പിന്നെ ബാൾസം വേറൊരു കളർ ബാൾസം, അങ്ങനെ കുറേ സാധനങ്ങൾ. പിന്നെ റോസ്, പിന്നെ ഇത് കണ്ടു, ഇത് ഫുള്ള് റോസാണ്. പല കളർ റോസ്, ഓറഞ്ച്, വെള്ള, മഞ്ഞ എന്ന് വേണ്ട എല്ലാം നല്ല നിറച്ച് റോസ് കളർ റോസ്,
പല സൈസ് ചെടികളിങ്ങനെ പലതുണ്ട്. മഞ്ഞ, വയലറ്റ്, എല്ലാ കളറും റോസും ഉണ്ട്. ഫുള്ള് റോസാണ് നിൽക്കുന്നത്. ഇത് രാത്രി ഷൂട്ട് ചെയ്തിരിക്കുന്നതിൻ്റെ പേരിൽ ഇച്ചിരി വെളിച്ചക്കുറവിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്നാലും കുഴപ്പമില്ല, ഒരുവിധം വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും ഇത് കണ്ടോ, റോസുകളുടെ ഒരു കളിയാണ്. മൊത്തം ഇങ്ങനെ മുട്ട് വിരിഞ്ഞ് വരുന്ന നാച്ചുറലായിട്ടുള്ള റോസുകളാണ് ഇഷ്ടം പോലെ. ആ റൂമിൽ കുറേ സൈസ് പല കളറ് റോസുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. വലിയൊരു ഹോളാണ്, ഇൻഡോർ സ്റ്റഡിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ദൂരെയും പല സൈസ് ചെടികൾ, പൂക്കൾ, നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ചെടികളെല്ലാം നല്ല രീതിയിൽ അലങ്കരിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇത് വേറൊരു സൈസ് റോസുകളാണ് വേറൊരു ഭാഗത്തിരിക്കുന്നത്. അങ്ങനെ ആ റൂം മൊത്തം കുറേ ചെടികളുണ്ട്, കുറേ പണിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ല രീതിയിൽ ഇങ്ങനെ ഡിസൈൻ രീതിയിലൊക്കെ അടുക്കി എടുത്തിട്ടുണ്ട്. അല്ലാതെ സാധാരണ നമ്മൾ പുഷ്പ പ്രദർശനത്തിന് കാണുന്ന പോലെ കുറേ ചെടികൾ ഒരു ഏരിയയിൽ കൊണ്ട് അടുക്കുന്ന ആ രീതിയിലല്ല ഇവർ ചെയ്തിരിക്കുന്നത്. ഇവർ കുറച്ച് ആർട്ട് ഫോമും കൂടെ പ്ലാൻ ചെയ്ത് കുറച്ചുകൂടെ ആർട്ടിഫിഷ്യലായിട്ട് ഓരോന്നിനും ഓരോ ഡിസൈൻ കൊടുത്ത് ഓരോന്നിനും ഓരോ തീം കൊടുത്ത് അങ്ങനെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും ഈ ക്യാമറയിൽ വീഡിയോ കണ്ടാൽ നമുക്ക് അത്ര മനസ്സിലായില്ല. നേരിട്ട് ചെന്ന് കണ്ടെങ്കിൽ നമുക്ക് ആ ഓരോ തീമിൻ്റെയും ഇത് മനസ്സിലാവുള്ളൂ. ഈ റെഡ് കളറൊക്കെ കണ്ടോ, ഈ മറ്റേ പൂവിൻ്റെ കളറൊക്കെ റോസാണിത്. മഞ്ഞ റോസ്, ചുമല റോസ്, റോസ് എന്ന് വേണ്ട പിങ്ക് റോസ്, പല സൈസ് റോസുകൾ പിന്നെയും പല ഭാഗത്തും ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്താണേലും 70 രൂപ കൊടുത്ത് കയറി കാണുന്നതിന് വലിയ നഷ്ടമൊന്നുമില്ല. കാരണം ഇത്രയും സാധനങ്ങൾ പൂക്കളോടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഇതിൻ്റെ അവസാനം ഒരു സാധനം കാണിക്കുന്നുണ്ട്. ശരിക്കും യൂറോപ്പിലെ മഞ്ഞ് വീണ് കിടക്കുന്ന താഴ്വരയിലെ ഒരു ക്രിസ്മസ് ഈവ്, ഒരു ക്രിസ്മസിൻ്റെ ഒരു വൈബ് അവരുണ്ടാക്കിയിട്ടുണ്ട് അവസാനം. അതൊന്ന് കാണേണ്ടതാണ്. ശരിക്കും വളരെ ഭംഗിയായിട്ടുണ്ട്. ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല അതുപോലൊരു സംഭവം. അതുമാത്രം കണ്ടാൽ മതി. ഈ പൂക്കളൊക്കെ പോട്ടെ, പൂക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ഭംഗിയായിട്ട് കംപ്ലീറ്റ് മഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് ആ മഞ്ഞിനകത്ത് മുഴുവൻ ലൈറ്റിട്ട് അതിനകത്ത് വെറൈറ്റി ചെടികൾ വെച്ച് അതിനെ ഒരു ഭയങ്കര ഒരു ഫീലാണ് അതിനകത്ത് വരുന്നത്. ഫുള്ള് ഡാർക്കായിട്ടുള്ള റൂമാണ്. അതിനകത്ത് മഞ്ഞും ഈ ലൈറ്റുകളും ചെടികളും മാത്രമേ അതിനകത്തുള്ളൂ. കുറേ ഏരിയ ഉണ്ട്. അതെന്താണേലും ഈ വീഡിയോ കാണുന്നവർ അതൊന്ന് കാണണം. കാണാതെ ഇത് സ്കിപ്പ് ചെയ്ത് പോകല്ലേ. കാരണം ഇത് പൂക്കളൊക്കെ നല്ല രസമുണ്ട്. പല കളർ റോസുകളാണ്. ഓരോ സ്ഥലത്തും ഓരോ സൈസ് റോസുകളായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. എല്ലാം നല്ല കൂടിയ ഇനം, നല്ല കട്ട പൂവുണ്ടാകുന്ന സൈസ് റോസുകളാണ്. നാടൻ ടൈപ്പൊന്നുമല്ല. നന്നായിട്ട് അതെല്ലാം പരിപാലിച്ചിട്ടുള്ളതാണ്. അത് ഓരോന്നിങ്ങനെ നടന്ന് പോകുമ്പോൾ നമുക്ക് ആ റൂമിൽ തന്നെ പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്ന് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കണ്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ്ട് അടുത്ത ഒരു ഭാഗം. അവിടെ കുറച്ച് ഇത് ഈ പറയുന്നത് പാരിയാതോ എന്നതാണോ ഏതൊക്കെയോ ചെടികളുണ്ട് എന്നല്ലാതെ നമുക്ക് പറയാൻ അറിയത്തില്ല. എനിക്കറിയാവുന്ന ചെടികളുടെ പേരൊക്കെ ഈ റോസപ്പൂ എന്നൊക്കെ ഉള്ളൂ. ബാക്കിയൊക്കെ വേറെ ചെറിയ ആന്തൂറിയം ടൈപ്പ് ആന്തൂറിയം. പിന്നെ ഇത് ബൊഹേമില്ലയോ, പിന്നെ ഇത് സീനിയ, അങ്ങനെ കുറേ പൂക്കളുണ്ട്. ഇത് കടലാസല്ല, വേറെ എന്തോ ഒരു ചെടികളാണ്. ഇത് വേറൊരു ടൈപ്പ്. എല്ലാം ഓരോ രീതിയിൽ ഓരോരോ ഒരു പ്രത്യേക ഷേപ്പിൽ ആംഗിളായിട്ടുമൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാൻ നല്ല രസമുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒരു ഡയമണ്ട് ഷേപ്പിലും കണ്ടോ, ഡയമണ്ട് ഷേപ്പിലൊക്കെ അങ്ങനെ പല ഷേപ്പുകളിലാണ് ചെയ്തത്. ഇതുകൊണ്ട് ഒരു സ്റ്റാർ തന്നെ, ക്രിസ്മസ് അല്ലേ, അതുകൊണ്ടൊരു പൂക്കൾ വെച്ചൊരു സ്റ്റാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് മൊത്തം ചട്ടിയാണ്. ചട്ടിക്കകത്ത് ജീവനോടെ നിൽക്കുന്ന പൂക്കളാണ്, പറിച്ച പൂക്കളല്ല. ഈ സ്റ്റാറിൻ്റെ അകത്ത് കംപ്ലീറ്റ് ചെടികൾ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഒരു വലിയ സ്റ്റാറാണ്. നല്ല രസമുണ്ട്, നല്ല വലുപ്പമുണ്ട് ഈ സ്റ്റാർ. അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ട് പിന്നെ അടുത്ത ഈ മുറി കഴിഞ്ഞ് നമുക്ക് വീണ്ടും കുറേ മുറികളുണ്ട്. ഇൻഡോർ സ്റ്റേഡിയം ആയതുകൊണ്ട് അങ്ങനെ വെയിലടിക്കുമൊന്നുമില്ല പകൽ വന്നാലെന്നും എനിക്ക് തോന്നുന്നു. ഇത് അടുത്ത മുറിയാണ്. അടുത്ത മുറിക്കകത്ത് വേറൊരു സൈസ് രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഇതുണ്ട്, ഈ ഒരു പച്ചപ്പിനകത്ത് കംപ്ലീറ്റ് പൂക്കളായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുന്നു. പിന്നെ ഇതുണ്ട്, ഒരു പാത്രത്തിനകത്ത് പൂക്കൾ ഇങ്ങനെ ഒഴുകി വരുന്ന രീതിയിൽ
ഒരു തീം ചെയ്തിരിക്കുകയാണ്. അത് നല്ല രസമുണ്ട്. ഇങ്ങനെ കുറേ വെറൈറ്റി പൂവുകൾ, ഇതെല്ലാം ഓരോ കുഞ്ഞു കുഞ്ഞ് ചട്ടിക്കകത്താക്കി ഇത്രയും റെഡിയാക്കിയിട്ട് അതിനെ അതുപോലെ തന്നെ സെറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഒരു കോട്ടയ്ക്കകത്തു നിന്നിങ്ങനെ പൂക്കളിങ്ങനെ ഒരു പൂക്കൂട മറിച്ചിട്ടാൽ പല പൂക്കൾ എങ്ങനെ ഒഴുകി വരുന്നു എന്നുള്ളൊരു തീമാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു പച്ചപ്പുള്ള ചെടികളാണ് കൂടുതൽ അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഈ പച്ചപ്പുള്ള ചെടികളെല്ലാം ഇത് കണ്ടില്ലേ, വളരെ ഭംഗിയായിട്ട് ഓരോ അറേഞ്ച്മെൻറ്റ് രീതിയിലാണ് ഇത് അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം പൂക്കളുണ്ട്, അതിനൊരു ഷേപ്പുണ്ട്, എല്ലാത്തിനും ഓരോ ഒരു ബ്യൂട്ടിയുണ്ട്. ഒരു പ്ലാനിങ് ആയിട്ടാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത്. നമുക്കത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ഇതാണ് മൂന്നാമത്തെ മുറി. അപ്പോൾ ലൈറ്റപ്പ് വെച്ച് കാണാൻ പറ്റും. പകൽ വന്ന് കാണുന്നവർക്കിത് കാണാൻ ഉദ്ദേശിക്കുന്നവർക്കാണ് പകൽ വരുന്നതായിരിക്കും കുറച്ച് ഭംഗിയെന്ന് എനിക്ക് തോന്നുന്നു. രാത്രിയും കുഴപ്പമില്ല. നമുക്ക് പകൽ വരാൻ സമയമില്ലാത്തതുകൊണ്ട്, ഉത്തരവാദിത്തങ്ങളുള്ളതുകൊണ്ട് നമ്മൾ വൈകിട്ട് ഇറങ്ങി എന്നുള്ളതേ ഉള്ളൂ. ഇത് നന്നായിട്ടുണ്ട്. പല രീതിയിലുള്ള റോസ എല്ലാം ഉണ്ട് അതിനകത്ത്. ഈ മുറിയാണ് നമ്മുടെ യൂറോപ്പിലെ മഞ്ഞ് പുതഞ്ഞ് കിടക്കുന്ന ആ രാത്രി. കണ്ടോ, പലതരം ചെടികൾ, പലതരം ഫുള്ള് മഞ്ഞാണ്. മഞ്ഞിനകത്താണ് കംപ്ലീറ്റ് ഈ ലൈറ്റുകൾ ഇട്ടിരിക്കുന്നത്. ഒരു റൂം തന്നെ അതിന് വേണ്ടി സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. ചെടികൾ നിൽക്കുന്നുണ്ടോ, പലതരം പൂച്ചെടികൾ, പച്ചച്ചെടികൾ. ആ ചെടികളിലൊക്കെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ലൈറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ആകെ മൊത്തം ഒരു വെറൈറ്റി ബ്ലൂയിഷ് ആൻഡ് വാം ആൻഡ് റോസ് എല്ലാം കൂടെ കൂടി ഒരു പ്രത്യേക ഒരു കളറാണ് ഈ ലൈറ്റുകളുടെ എല്ലാം കൂടെ കൂടി. ഇതൊരു റൂം തന്നെ അങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. കംപ്ലീറ്റ് പല കളറിലുള്ള മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു ക്രിസ്മസ്, ഒരു യൂറോപ്യൻ അറേഞ്ച്മെൻറ്റാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായിട്ട് എനിക്കിത് തോന്നി. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അതിരസമായിട്ട് വെറൈറ്റി ഫീലാണ്, നല്ല ഫീലാണ്. അത് ശരിക്കും വന്നാൽ അതൊന്ന് കണ്ട് ആസ്വദിക്കേണ്ടതാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നല്ല രസമുണ്ട്. മഞ്ഞിനകത്തൂടെ ഇടയ്ക്കൂടെ എല്ലാം ലൈറ്റ് ഇട്ടിരിക്കുകയാണ്. ആ ലൈറ്റിനിടയ്ക്കൂടെ അവർ ഓരോ സൈസ് ചെടികൾ കണ്ടില്ലേ, വെറൈറ്റി ഓർക്കിഡുകൾ, വെറൈറ്റി ടൈപ്പ് ഓർക്കിഡുകൾ, ചെടികൾ, കള്ളിമുള്ളി ചെടികൾ എന്ന് വേണ്ട. അത് ശരിക്കും അത് മുഴുവൻ വീഡിയോ കിട്ടുന്നില്ല. അത് നേരിട്ട് നമ്മൾ കണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ അനങ്ങാതെ ഇതിനകത്ത് കിടക്കുന്ന കാണുമ്പോൾ ആ മുറിക്കകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് വേറൊരു വൈബാണ്, വേറൊരു രീതിയാണ്. നല്ല രസമായിട്ടുണ്ട്, നല്ല രസം. കൊടുത്ത് 70 രൂപ ഈ ഒറ്റ സാധനം കാണുന്നതോടുകൂടി നമുക്ക് മുതലാവും. പൂച്ചെടികളൊക്കെ നമുക്ക് മാറ്റി വെക്കാം. പൂച്ചെടിയൊന്നും കണക്കി കൂട്ടുകയേ വേണ്ട. ഇത് കൊള്ളാം. ഇത് നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ ചെടികളെല്ലാം കൊണ്ടുവന്ന് ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ മാറി മാറിയൊക്കെ വെക്കണമെങ്കിൽ അതിന് നല്ല ജോലി ചെയ്യണം. ഓരോ ലൈറ്റുകൾ, അത് ലൈറ്റുകൾ ഇട്ടിരിക്കുന്ന ചുമ്മാ ഇങ്ങനെ കാണുമ്പോഴൊന്നും ഇട്ടിരിക്കുകയല്ല, അതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് മൊത്തത്തിലായിട്ടൊരു കുറച്ച് ഏരിയ കൊണ്ടത് അങ്ങനെ ഇട്ടിരിക്കുകയാണ്. നല്ല രസമുണ്ട്. ഇങ്ങനെ കയറി ഇറങ്ങി തിരിഞ്ഞിറങ്ങി നമ്മളിങ്ങനെ പോകുമ്പോൾ അത് കാണാനായിട്ട് എല്ലാ കളറും വന്നിട്ടുണ്ട്. പിങ്കും യെല്ലോയും ബ്ലൂവും ഗ്രീനും റെഡും എന്ന് വേണ്ട, നല്ല രസമുണ്ട്. നല്ല രസമുള്ള രീതിയിൽ, നല്ല ഭംഗിയുള്ള, നല്ല ഒന്നാന്തര രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മഞ്ഞിനകത്ത് ഇങ്ങനെ പുതഞ്ഞ് ഈ ലൈറ്റ് കിടക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ നമ്മൾ യൂറോപ്പിൽ പോകാതെ നമ്മൾ ഇപ്പോൾ ശരിക്കും അവിടെ മഞ്ഞുകാലമാണ്. അവിടെ നമ്മൾ ഇവിടെ കേരളത്തിൽ കോട്ടയത്ത് നമ്മൾ മഞ്ഞിനകത്ത് ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഒരു ഫീല് നമുക്കിവിടെ ഉണ്ടാവും. അതൊന്ന് വന്ന് കാണേണ്ട ഒരു ഐറ്റമാണ്. അതിനകത്ത് കുറേ പൂക്കളും കുറേ ചെടികളും എന്ന് വേണ്ട വെറൈറ്റി സാധനങ്ങളാണ്, വെറൈറ്റി ചെടികളാണ്. അത് ആ ലൈറ്റിനകത്ത് പൂക്കളൊക്കെ വെച്ചിരിക്കുന്ന ലൈറ്റിനകത്ത് ഇങ്ങനെ വന്നിരിക്കുന്നതുകൊണ്ട് നമുക്കത് വേറൊരു ലെവലാണത്. കൊള്ളാം. അപ്പോൾ നമുക്ക് ഇത് എല്ലാം ഒന്ന് കാണാം. പിന്നെ ഇവിടെ ഒത്തിരി വ്യാപാരികളുടെ ഒത്തിരി സ്റ്റാളുകളൊക്കെ ഉണ്ട്. കുറേ ഡിസ്കൗണ്ട് സെയിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു സ്റ്റാളുകളൊക്കെ ഇപ്പോൾ സമയം ഇത്രയും ആയതുകൊണ്ട്
ശരിക്കും അടച്ചൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് പിടിക്കാൻ പോയില്ല. അപ്പം ഈ പിന്നെ അത് ഇവിടെ ഇപ്പം എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാൻ വരുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഡിസ്കൗണ്ട് റേറ്റിൽ ഞാൻ കണ്ടു. മൊത്തത്തിൽ ഞാനൊന്ന് ഓടിച്ചു പോയി നോക്കി. വാക്യൂം ക്ലീനർ, ഇൻഡക്ഷൻ കുക്കർ, പിന്നെ കുറേ ചെറിയ ചെറിയ സാധനങ്ങൾ, പിന്നെ ഫുഡ് കോർട്ടുകളുണ്ട്, ഐസ്ക്രീം വെറൈറ്റി ഐസ്ക്രീം പാർലർ, പിന്നെ വേറെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ സെറ്റുകൾ, മേശ, കസേര, അലമാരി, കട്ടിൽ എന്ന് വേണ്ട വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉള്ളതായിട്ട് ഞാൻ കണ്ടു. ഇതുകൊണ്ട് നല്ല രസമുണ്ട് ഈ ചെടിയൊക്കെ കാണാൻ. അതിൽ ലൈറ്റിങ് വന്നിരിക്കുന്നത് ചുമ്മാ ബൾബ് ഇട്ടിരിക്കുകയല്ല, വേറെ ഏതോ രീതിയിൽ അതിൻ്റെ കളർ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ ആ ഒരു കളർ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നതൊക്കെ വളരെ വെറൈറ്റി ആയിട്ടാണ് ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അത് നേരിട്ട് കണ്ടാലേ അതിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവുള്ളൂ. പല ഒരു പ്രദേശം മൊത്തം ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അകം മൊത്തം ഇങ്ങനെ ലൈറ്റപ്പ് ചെയ്ത് ഒരു ഫീൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതിപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞാൽ ഒരു യൂറോപ്യൻ രീതിയിലുള്ള ഒരു കടകളും, അതായത് നമ്മൾ ആ സ്ട്രീറ്റ് അവർ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. അങ്ങനെ സ്ട്രീറ്റുകൾ വേറെ ഉണ്ട്. അങ്ങനെ ആ സ്ട്രീറ്റ് റെസിക്കോയസോ അതൊക്കെ ഓരോ അവിടുത്തെ ഒരു രീതികളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ സ്ട്രീറ്റ് കംപ്ലീറ്റ് വീണ്ടും സ്ട്രീറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഓരോ രസമായ രീതിയിൽ അങ്ങനെ മേശയും കസാരയും ഓരോ കടകളൊക്കെയാണ്. ഡാനിക്കോ അതൊക്കെ അവിടുത്തെ ഫേമസ് ബ്രാൻഡുകളൊക്കെയാണ്. അവരുടെയൊക്കെ രീതികൾ ആ കടയൊക്കെ അവിടെ പിന്നെ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതും നല്ല രസമുണ്ട്. നമുക്കവിടെ വന്നിരിക്കാനുള്ള സ്ഥലങ്ങളും ഇരിക്കാനുള്ള കുറേ ഇരിപ്പിടങ്ങളും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഫാമിലിയായിട്ടും കൂട്ടായിട്ടുമൊക്കെ വരുന്ന ആൾക്കാർക്ക് അവിടെ ഇരുന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആസ്വദിക്കാനുള്ള ഒരു നല്ല വൈബുണ്ട്. ഒരു രീതിയിൽ ഇപ്പോൾ കോട്ടയത്തിനൊക്കെ ആൾക്കാരിപ്പോൾ ലുലുമാൾ കാണാനൊക്കെ വരുന്ന സമയമാണല്ലോ. അപ്പോൾ ലുലുമാളൊക്കെ കണ്ടതിന് ശേഷം വേറൊരു വ്യത്യസ്തമായ ഒരു ഷോപ്പിംഗ് അനുഭവം അല്ലെങ്കിൽ ഒരു ഫ്ലവേഴ്സ് അനുഭവം കൂടെ ഇവിടെ വന്ന് ആസ്വദിക്കാൻ നല്ല രസമായിരിക്കും. ഇതുവരെ കോട്ടയത്തുനിന്നല്ല, കേരളത്തിലൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഇത് ജനുവരി 5 തീയതി വരെ ഇതുണ്ട്. ആർക്കും വന്ന് ഇത് കാണാവുന്നതാണ്. അപ്പോൾ നല്ല രസമുണ്ട്, കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല. കേരളത്തിൽ ആദ്യമായി യൂറോപ്യൻ മോഡൽ ഫ്ലവർ ഷോ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. യൂറോപ്യൻ മോഡലിൽ തന്നെയാണ് ഫ്ലവർ ഷോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ തീം തന്നെ അതാണ്. ആ തീം അവർ കറക്റ്റായിട്ട് അവർ പാലിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് അവരത് ചെയ്തിട്ടുണ്ട്. അകത്ത് ചെയ്തിരിക്കുന്ന മഞ്ഞിൻ്റെ അതൊക്കെ നന്നായിട്ടുണ്ട്. ഒന്ന് കാണാൻ എന്താണേലും ഉണ്ട്. അപ്പം ഞങ്ങൾ ഷോ എല്ലാം കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി. പുറത്തെ അവരുടെ ഇതാണ് നാഗമ്പടം മൈതാനത്തിന് നേരെ ഓപ്പോസിറ്റുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ഇത് ഒരുക്കിയിരിക്കുന്നത്. അവിടെ വന്നാൽ നമുക്കിത് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ജനുവരി 5 തീയതി വരെ ഉണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു ലൈക്ക് അടിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും വളരെ നന്ദി, നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ.